അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നാളെ ഒരു പക്ഷേ മുഹറം 1 കഴിഞ്ഞ വർഷം മുഹറം 1 നമ്മെ എല്ലാവരെയും ദുഃഖത്തിലാക്കിയ ഒരു ദിവസമാണ്. നമ്മുടെ ആത്മീയ നേതൃത്വമായിരുന്ന കരളിൻ്റെ കരളായ അഭിമന്യരായ ഖുറത്തു സാദാത്ത് തങ്ങൾ നമ്മൾ ആരോടും പറയാതെ പെട്ടെന്ന് വിട പറഞ്ഞ ദിവസം. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ് മുഹറം 1. അല്ലാഹു അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാകട്ടെ. മുഖ്യ പ്രഭാഷണമൊന്നും നടത്തുന്നില്ല, ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. ആരില്ലെങ്കിൽ അപ്പോൾ പ്രസംഗിക്കാം. ബഹുമാനപ്പെട്ട ഖുറത്തങ്ങൾ മഹാനാണ്, സ്വാലിഹാണ്. മർഹൂം ഇ.കെ. ഹസൻ മുസ്ലിയാർ അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ. അവരുടെ ഗവേഷണം അനുസരിച്ച് കൊണ്ടാണ് ഞാൻ 2 വാക്ക് പറഞ്ഞത്. ഒന്ന് മഹാൻ എന്ന് പറഞ്ഞാൽ ജനനം കൊണ്ട് തന്നെ മഹാനാകാൻ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ ബുഖാരി ഖബീലയിൽ അഗ്രഗണ്യരായിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ നേതാവ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അവിടുത്തെ പ്രിയപ്പെട്ട മകനായി ജനിച്ചു ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ. സയ്യിദ, മഹാന, ജനനം കൊണ്ട് തന്നെ വലിയ ബഹുമാനമാണ്. പിന്നീട് കുറഞ്ഞ കാലം ഇവിടെ ജീവിക്കുമ്പോൾ കർമ്മം കൊണ്ട് മഹാനവറുകൾ സ്വാലിഹായി. അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലൂടെ പഠിച്ച ഇൽമ ജീവിതത്തിൽ പകർത്തി അല്ലാഹു പൊരുത്തപ്പെട്ട കർമ്മം മാത്രം ചെയ്ത് ജീവിച്ചപ്പോൾ മഹാനവറുകൾ സ്വാലിഹായി. അങ്ങനെ മഹാനും സ്വാലിഹുമായ എല്ലാ മഹത്വങ്ങളും ഒരുമിച്ച് കൂടിയ ജീവിതത്തിന്റെ കാലയളവിൽ അല്ലാഹു പൊരുത്തപ്പെട്ടത് മാത്രം ചെയ്ത, സബറും തവക്കുലും ഖുലുഖുൽ ഹസനും തവാളുവും കൈമുതലാക്കി ജീവിച്ച ഒരു മഹാ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ടവർ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഒരു യാത്ര അല്ലാഹു തീരുമാനിച്ചു. ആ യാത്രയുടെ പേരാണ് ഇസ്റാ മിഅ്റാജ്. ആ ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് വിശദീകരിക്കുന്ന സൂറത്തുൽ ഇസ്റായിൽ മക്കയിലെ പുണ്യ മണ്ണിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ വന്ന് കൊണ്ടുപോകുകയാണ്. എല്ലാ അർത്ഥത്തിലും യാത്ര പോകാൻ പറ്റിയ സ്ഥലം പരിശുദ്ധ ഹറം തന്നെയാണ്. പരിശുദ്ധ കഅബാലയത്തിന്റെയും ഹറമിന്റെയും ബഹുമാനം ലോകത്ത് മറ്റൊരു സ്ഥലത്തിനും അല്ലാഹു നൽകിയിട്ടില്ല. ആ വലിയ ബഹുമാനമുള്ള പുണ്യ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് മിഅ്റാജിന്റെ യാത്ര തുടങ്ങുന്നത്. അതിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാരണം എന്താണ്? എന്തിനാണ് പുണ്യ ഹറമയിൽ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയത്? ബാറക്നാ ഹൗലഹു. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് നാം വലിയ ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്തായിരുന്നു ആ ബറക്കത്ത്? അല്ലാമ ഖുർത്തുബി അവിടുത്തെ തഫ്സീരിൽ പറഞ്ഞത് കാണാം. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്ത് മഹാന്മാരായ അമ്പിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ മക്ബറയുണ്ട്. ആ മഹാന്മാര് ചുറ്റുഭാഗത്ത് കടക്കുന്നത് കൊണ്ട് തന്നെ ആ പരിസരത്തേക്ക് വലിയൊരു ബറക്കത്താണ്. ഈ ആയത്താണ് പുറത്തേക്ക് കടന്നു വരുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. പലപ്പോഴും നേരത്തെ പ്രസംഗങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഊറത്തെ ജുമുഅത്തെ പള്ളിയിൽ വന്ന് തങ്ങളെ കണ്ട് സംസാരിച്ച് പ്രശ്നത്തിന്റെ പരിഹാരം തേടി പോകുമ്പോൾ
ഈ ഹൈവേയിലൂടെ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോ ഇങ്ങനെ ഒരു സ്ഥലം നമുക്കറിയില്ല. ഇവിടെ തങ്ങളെ വീടുണ്ട് എന്ന് ഞാനടക്കം പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ വീട് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞിരുന്നില്ല. അൽഹംദുലില്ലാ, അഭിവന്യരായ തങ്ങളവർ ഇവിടെ കടന്നതിന്റെ ശേഷം ബാറക്നാ ഹൗലഹു, ഈ പരിസരത്തേക്ക് അല്ലാഹു വലിയ ബറക്കത്ത് ചെയ്തു. എത്ര കടകൾ, എന്തെല്ലാം സൗകര്യങ്ങൾ, വലിയ മഖ്ബറ. ഈ മഖ്ബറയിൽ കാണാം രാപ്പകൽ വ്യത്യാസമില്ലാതെ പാതിരാ സമയത്ത് 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ വന്ന് തങ്ങളെ ഹദ്റത്തിൽ യാസീനോദി ബുറുദ പാടുന്നത് പലപ്പോഴും കണ്ണുകൊണ്ട് കണ്ടവനാണ് ഞാൻ. അപ്പോഴും ഓർമ്മ വരുന്നത് ബാറക്നാ ഹൗലഹു എന്നാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മഹാന്മാര് കിടക്കുന്ന സ്ഥലത്തിനുള്ള ബറക്കത്ത് ഈ ഖുറത്തിന്റെ ഒരു നാടായി മാറിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, മഹാന്മാര് കിടക്കുന്ന സ്ഥലം. അല്ലാമ സാവി തങ്ങൾ സൂറത്തു ത്വാഹയുടെ തഫ്സീരിൽ ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണാം. ഒരു മനുഷ്യനെ അല്ലാഹ് പടക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോ ഉമ്മയുടെ ബാപ്പയുടെ ബീജം ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പോകുന്ന കുഞ്ഞ്, ആ കുഞ്ഞ് കിടക്കുന്ന സ്ഥലം എവിടെയാണോ ആ സ്ഥലത്തിൽ നിന്നൊരൽപ്പം മണ്ണെടുത്ത് ആ ബീജത്തിൽ കലർത്തി ഉമ്മയുടെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കുമെന്ന് തഫ്സീറിന്റെ പണ്ഡിതന്മാർ എഴുതി വെച്ചതായി കാണാം. ആ കുഞ്ഞ് പിന്നീട് വലുതായി ഉമ്മയുടെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ബീജത്തോടൊപ്പം ശരീരത്തിൽ മണ്ണുണ്ട്. ആ മണ്ണ് ഏതാണ്? അങ്ങ് കടക്കേണ്ട ഖബർ എവിടെയാണോ ആ ഖബറിന്റെ മണ്ണാണ്. ആ ഖബറിന് മണ്ണെടുക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെയായിരിക്കും അവർ കടക്കൽ. ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് ഖുറത്തങ്ങൾ അവറുകൾ കടക്കാൻ വേണ്ടി മലായികത്തെടുത്ത മണ്ണ് എവിടെയാണോ അവിടെയാണ് മഹാനവറുകൾ ഇന്ന് വിശ്രമിക്കുന്നത്. അത് വലിയൊരു ബറക്കത്തിന്റെ കേന്ദ്രമാക്കി മാറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് തദ്ബീറിന്റെ കഴിവ് കൊടുക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാം. ഫൽ മുദബ്ബിറാതി അംറ, മഹാന്മാർക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പാപങ്ങളാണ് മഹാനായ തങ്ങളെ ഹവറത്തിൽ വന്നുകൊണ്ട് കള്ളുകുടിയന്മാര് കള്ളു നിർത്തിയവർ, പെണ്ണുകുടിയന്മാര് പെണ്ണുപിടി നിർത്തിയവർ, വൃത്തികേട് നിർത്തിയവർ, നിസ്കാരം ഒഴിവാക്കുന്നവര് ഇവിടെ വന്ന് സത്യം ചെയ്തിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു നിസ്കാരം ഒഴിവാക്കുകയില്ല. അങ്ങനെ ഈ പരിസരത്തുള്ള പാവപ്പെട്ട ജനങ്ങളെ യഥാർത്ഥ പാതയിലേക്ക് ബഹുമാനപ്പെട്ടവർ ജീവിതകാലത്ത് നിയന്ത്രിച്ചതിനേക്കാൾ അപ്പുറം ഇപ്പോൾ വഫാത്തിന്റെ ശേഷം ഇവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ ഖുറത്തങ്ങളെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് ഇനി നൽകണം റഹ്മാനെ. ഒരു നാട്ടിൽ ഒരു മഹാൻ കടന്നാൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നാട്ടുകാർ എത്ര ഭാഗ്യവന്മാരാ, ഈ പരിസരത്തുള്ള പരിസരവാസികൾ എത്ര ഭാഗ്യവന്മാരാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതിവെച്ചത് കാണാം. ഇസ്കന്ദറിലെ, ഈജിപ്തിലെ, കൈറോവിലെ പഴയകാലത്തിലെ നൂറ്റാണ്ടുകളപ്പുറമുള്ള വലിയൊരു ഖാദിയായിരുന്നു ബഹുമാനപ്പെട്ട ഇമാദുദ്ദീൻ ഖാദിൽ ഖുലാത്ത് ബിൽ ഇസ്കന്ദരിയ. ഇസ്കന്ദരിയ എന്ന കൈറോവിലെ ഏറ്റവും വലിയ ഖാദിയായിരുന്ന ഇമാദുദ്ദീൻ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയാൻ, കാനത്ത് ഇൻദന മിൻ ബിൽ ഇസ്കന്ദരിയത്തി ഇംറഅത്തുൻ, നമ്മുടെ നാടാകുന്ന ഇസ്കന്ദരിയയിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ആരാണ് ആ പെണ്ണ്? ആ പെണ്ണ് വൃത്തികേട് മാത്രം ചെയ്യുന്ന പെണ്ണാണ്. മുസ്രിഫത്തുൻ അലാ നഫ്സിഹ, അവളുടെ ശരീരത്തിൽ റബ്ബ് നിശ്ചയിച്ച അതിർവരമ്പുകളെ വിട്ടുകിടന്ന് വൃത്തികേട് മാത്രം ജീവിതത്തിൽ ചെയ്തിരുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. മരണപ്പെട്ടപ്പോൾ ആ നാട്ടിലെ പ്രധാനപ്പെട്ടവർ ആ പെണ്ണിനെ സ്വപ്നത്തിൽ കാണുകയാണ്. ഒരു നല്ല അവസ്ഥയിൽ, നല്ല ഒരു സന്തോഷത്തിന്റെ ഒരു അവസ്ഥയിൽ കാണപ്പെടുന്നു ഈ പെണ്ണിനെ. കണ്ടവരെല്ലാം അവളോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, ഓ പെണ്ണെ, അല്ലാഹു നിന്നെ എന്ത് ചെയ്തു? നീ വൃത്തികേട് ചെയ്തൊരു പെണ്ണാണല്ലോ, തമ്മാടിത്തരം മാത്രം ചെയ്ത് ജീവിച്ച പെണ്ണാണല്ലോ. പക്ഷേ ഇപ്പോൾ ഖബറിൽ എത്തിയപ്പോ നല്ലൊരു സന്തോഷത്തിന്റെ അവസ്ഥയാണല്ലോ കാണുന്നത്. അല്ലാഹു നിനക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി മഹാന്മാരവരെ കിതാബിൽ എഴുതി വെക്കുകയാണ്. മഹദി പറയുന്നു, ആ പെണ്ണ് പറയുന്നു, മാത ശൈഖു അബുൽ ഹസൻ ശാസുലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ത്വരീഖത്തിന്റെ മശായിഖന്മാരിൽപ്പെട്ട അബുൽ ഹസൻ ശാസുലി തങ്ങൾ വഫാത്തായപ്പോ ബിമുഹൈഥ
ഇസ്കന്ദറിൽ നിന്ന് 1200 കിലോമീറ്റർ അകലെ ഉമൈസിറ എന്ന സ്ഥലത്ത് ഖബറടക്കം ചെയ്യപ്പെട്ട മഹാൻ, ആ മഹാനായ അബുൽ ഹസൻ ശാദിലി തങ്ങളെ ഉമൈസിറ എന്ന രാജ്യത്ത് ഖബറടക്കപ്പെട്ടപ്പോ ഫഗഫറല്ലാഹു ലികുല്ലി മൻ ദുഫിന മിനൽ മുസ്ലിമീന മിൻ മശാരിഖിൽ അർദി വമഗാരിബിഹാ. ആ മഹാനവർകളെ ഈ മണ്ണറയിൽ കൊണ്ടുവച്ച കാരണം കൊണ്ട് തന്നെ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിലുണ്ടായ ആ ഖബറടക്കം ചെയ്യപ്പെട്ട മുസ്ലിമീങ്ങള് എല്ലാ മുസ്ലിമീങ്ങൾക്കും മഹാനവർകളെ കാരണം കൊണ്ട് ഓർക്കപ്പെട്ടു പോയി എന്ന് ബിഹുർമത്തി ശൈഖ് ഇക്റാമൻ ലഹു മഹാനായ അബുൽ ഹസൻ ശാദിലി തങ്ങളെ ആദരിച്ചുകൊണ്ട് ആ പരിസരത്തല്ല മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ കിടക്കുന്ന ഖബറാളികളാകുന്ന മുസ്ലിമീങ്ങൾ എല്ലാ മുസ്ലിമീങ്ങൾക്കും മഹാന്മാരെ കൊണ്ട് പൊറുക്കപ്പെട്ടു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ നാട് വലിയ ഭാഗ്യമുള്ള നാടാണ്, ഈ പരിസരം വലിയ ഭാഗ്യമുള്ള പരിസരമാണ്. മഹാന്മാര് കിടക്കുമ്പോ അള്ളാഹു നമുക്ക് തരുന്നൊരു അവസരം മഹാന്മാരെ ചാരത്ത് വരാനും അവരെ ചാരത്ത് കിടക്കാനും ഈ മഹാനായ കൂറത്തങ്ങളെ പരിസരത്ത് എവിടെങ്കിലും മരിച്ചു കിടക്കാൻ അവസരം കിട്ടിയാൽ ഇത്രയും വലിയ സയ്യിദായ ആലിമായ വറോടെ ജീവിച്ച സൂക്ഷ്മതയുടെ ഉറവിടമായിരുന്ന ആ വിനയത്തിന്റെ ലാലിത്യത്തിന്റെ നിറകുടമായിരുന്ന ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ കിടക്കുന്ന സ്ഥലത്തിന്റെ പരിസരത്ത് എവിടെയെങ്കിലും കിടക്കാൻ ഭാഗ്യം കിട്ടിയാൽ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുമെന്ന വിശ്വാസക്കാരാണ് ഞങ്ങൾ. അതാണ് അഹ്ലുസുന്നയുടെ ആദർശം നമ്മെ പഠിപ്പിക്കുന്നത്. ഞാൻ എന്റെ പ്രസംഗം നിർത്തി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനായ കൂറത്തങ്ങളുടെ ഒന്നാമത്തെ ആ വഫാത്തിന്റെ ദിനം നാളെ കടന്നു വരുമ്പോ മരണം കണ്ണുകൊണ്ട് കണ്ടവരാണ്, മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തവരാണ്. പക്ഷേ മരണം കണ്ണിൽ കണ്ടിട്ട് കുളത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഖബറടക്കം ചെയ്യുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ഒരിക്കലും അനുവദിക്കുന്നില്ല. കൂറത്തങ്ങൾ വഫാത്തായി എന്ന് പറയുമ്പോ മനസ്സനുവദിക്കുന്നില്ല. മനുഷ്യന്റെ മനസ്സിന്റെ അടിത്തളത്തിൽ ഇന്നും കൂറത്തങ്ങൾ ജീവിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് മരണം വരെ ആ മഹാനെ സ്നേഹിക്കാനും മനസ്സിൽ കൊണ്ടു നടക്കാനും അർഹമുർ-റഹീമായ റബ്ബ് ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. എല്ലാവിധ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ പ്രകാശ ജ്വാലകൾ വിതറി നീണ്ട പ്രഭാഷണം നടത്തിയ ഉസ്താദ് അവർകൾക്ക് 1000 അഭിവാദ്യങ്ങൾ.